കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി 27 മുതൽ റേഷൻ വ്യാപാരികൾ നടത്തുന്ന അനിശ്ചിതകാല സമരം വിജയിപ്പിക്കാൻ തീരുമാനം. പാലക്കാട് നടത്തിയ താലൂക്ക് സ്പെഷ്യൽ കൺവെൻഷനിലാണ് തീരുമാനം. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, വ്യാപാരികളുടെ വേതനം അതാത് മാസം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന തലത്തിൽ അനിശ്ചിതകാല സമരം നടത്തുന്നത്. പ്രത്യേക കൺവെൻഷൻ AKRRDA സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. 18,000 രൂപ കിട്ടുന്ന ഒരു വ്യാപാരി എന്താ സ്ഥിതി? 2 കുടുംബം ജീവിക്കണം. വെറുതെ ഒരു സമരത്തിന് വേണ്ടിയുള്ള ഒരു സമരത്തിനല്ല നമ്മൾ നാളെ പൈനെടുക്കാൻ പോകുന്നത്. ജീവിക്കാനുള്ള കടവാടക, സെയിൽസ്മാന്റെ ശമ്പളം എല്ലാം കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്താ ബാക്കി ഉണ്ടാകുക? നമുക്കൊന്നും ബാക്കിയില്ല. ഇപ്പൊ കരാറുകാരൻ സമരത്തിലാണ്. കരാറുകാരന് 3 മാസം പൈസ കിട്ടാനുണ്ട്. നമുക്ക് 3 മാസം പൈസ കിട്ടാനുണ്ടാകുമ്പോൾ 1 മാസം കിട്ടും. ഇത് ഈ വകുപ്പിനോട് എന്താണ് ഈ ഗവൺമെന്റിനുള്ള എന്താ പറയാ? ഞാൻ ഭാഷ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പല്ലേ? കേരളത്തിലെ 95 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്ന, കോവിഡ് കാലത്ത് എല്ലാവരും അടഞ്ഞു കിടന്നപ്പോൾ തുറന്ന് പ്രവർത്തിച്ച, ഏതെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടായാൽ ആദ്യം കൊടുക്കുന്ന സൗജന്യ റേഷനാണ്. ഇത് കൊടുക്കുന്ന ഈ മേഖലയ്ക്ക് 1ാം സ്ഥാനം കൊടുക്കണ്ടേ? ആരോഗ്യ രംഗത്ത് പുരോഗതിയുണ്ട്, വിദ്യാഭ്യാസ രംഗത്തുണ്ട്. ഇത് രണ്ടും വേണമെങ്കിൽ എന്ത് വേണം? പട്ടിണി മാറ്റണ്ടേ? ആ പട്ടിണി മാറ്റുന്ന പ്രസ്ഥാനം ഏതാ? അതാണ് റേഷൻ. താലൂക്ക് പ്രസിഡന്റ് VP രഘുനാഥ് അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VP ജയപ്രകാശ്, KM അബ്ദുൽ സത്താർ, A കൃഷ്ണൻ, H റാഫി, S ഗണേശൻ എന്നിവർ പ്രസംഗിച്ചു.